LDF സർക്കാരിൻ്റെ സമയത്ത് വേതന വർധനവിന് വേണ്ടി സമരം നടത്തിയിരുന്ന സംഘടനകൾക്ക് UDF നൽകിയ വാക്കുണ്ട്. ആ വാക്ക് പാലിച്ച് മുന്നോട്ട് പോകാനാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ്റെ തീരുമാനം. അതനുസരിച്ചുള്ള നീക്കങ്ങളും തുടങ്ങി. എന്നാൽ വലിയ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഇല്ലാതെ സാമ്പത്തിക അവസ്ഥ കൂടി മനസ്സിലാക്കി ചിന്തിച്ച് മുന്നോട്ട് പോകും എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ വിഹിതം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത് അതനുസരിച്ച് മാത്രമേ നിലവിലെ സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. എന്നാൽ ആഭ്യന്തര വരുമാനത്തിൽ കാര്യമായ വർധന ഉണ്ടായിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ LDF സർക്കാരും ഒപ്പം അന്നത്തെ ധനമന്ത്രിയും പറയുന്നത്. ഇപ്പോഴത്തെ സർക്കാരിന് നന്നായി മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് പഴയ ധനമന്ത്രി KN ബാലഗോപാൽ പറയുന്നത്. കാരണം വിവിധ പദ്ധതികളിലൂടെ സംസ്ഥാനത്തിന് വലിയ തരത്തിലുള്ള കേന്ദ്രാവിഷ്കൃത ഫണ്ടുകൾ ലഭിക്കുമെന്നും ആ ഫണ്ടുകൾ കൃത്യമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാകുമെന്നുമൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. എന്നാൽ എത്ര കണ്ട് ഫണ്ട് ഇനി കേരളത്തിൽ നിന്ന് ലഭിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തത ഇപ്പോഴും നമ്മുടെ സംസ്ഥാന സർക്കാരിനില്ല, പ്രത്യേകിച്ചും മുഖ്യമന്ത്രിക്കും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു ധവളപത്രം എന്ന ചിന്തയിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങുന്നത്. സാമ്പത്തികമായ ഭദ്രത അതുതന്നെയാണ് സർക്കാരും ലക്ഷ്യമിടുന്നത്. അതിനപ്പുറത്ത് കയ്യിലൊതുങ്ങാത്ത വലിയ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തൽക്കാലം ഒരു വർഷത്തേക്ക് പ്രഖ്യാപിക്കാനുള്ള സാധ്യത വിരളം എന്ന് തന്നെ പറയേണ്ടി വരും. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ പ്രഖ്യാപനത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സമരം ചെയ്ത ആശാപ്രവർത്തകർക്ക് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും പടിപടിയായി വർദ്ധിപ്പിക്കാം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ 3000, പിന്നീടത് വർദ്ധിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി നൽകിയ വാക്കായിരുന്നു അന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത്. മാത്രവുമല്ല, ഇത്തരത്തിൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ തുക തന്നെ വേണ്ടിവരും. സൗജന്യ യാത്രയ്ക്കായാലും ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്കായാലും ഒക്കെ തന്നെ തുകകൾ ആവശ്യമായി വരും. അതുകൊണ്ടാണ് എല്ലാത്തിനും ഒരു കൃത്യതയോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്നതിന് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. നികുതി വിഹിത ഇനത്തിൽ ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാൻ സാധ്യതയുള്ളത് 41,000 കോടി രൂപയാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പരിശോധിക്കുമ്പോൾ ചില കൂട്ടലുകളും കിഴിക്കലുകളുമൊക്കെ നടക്കും. അതിനുശേഷം ഏകദേശം 36,000 കോടി രൂപയോളം മാത്രമേ സംസ്ഥാന സർക്കാരിന് ലഭിക്കുകയുള്ളൂ. അതിൽ നിന്നും വ്യത്യസ്തമായി കടമെടുപ്പിൻ്റെ പരിധി കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് നൽകിയിരുന്ന അത്രയും തുക കടമായി നൽകുമോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. കാരണം കോൺഗ്രസ് സർക്കാരുകളോട് അത്ര നല്ല ബന്ധമല്ല കേന്ദ്ര സർക്കാർ പലപ്പോഴും വെച്ച് പുലർത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ചില കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കാൻ നിർബന്ധം പിടിക്കുന്നതും അത് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുന്നതും. സംസ്ഥാനത്ത് ഇതുവരെയായും PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല. അത് ഒരു കേന്ദ്ര പദ്ധതിയാണ്. അതിനോട് കോൺഗ്രസിന് കടുത്ത വിയോജിപ്പുണ്ട്. ഒപ്പം തന്നെ നടപ്പിലാക്കുന്നതിനോട് അങ്ങേയറ്റം അതൃപ്തിയും കോൺഗ്രസിനുണ്ട്. ആ പദ്ധതി നടപ്പിലാക്കിയാൽ മാത്രമേ സർവശിക്ഷാ അഭിയാൻ അനുസരിച്ചുള്ള 400 കോടിയോളം രൂപ ഇനി സർക്കാരിന് കിട്ടാൻ സാധ്യതയുള്ളൂ. അങ്ങനെ പലതരത്തിൽ കഴുത്തു ഞെരിച്ചു വച്ചിരിക്കുന്ന അവസ്ഥയിലാണ് UDF സർക്കാർ അധികാരത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഫണ്ടുകൾ എത്ര കണ്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നു. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ്, കൃത്യമായ ധനകാര്യ മാനേജ്മെൻറ്റ് മുഖ്യമന്ത്രി നടപ്പിലാക്കും എന്ന് പ്രതീക്ഷിക്കാം. അതാണ് അദ്ദേഹം ആദ്യ പത്രസമ്മേളനത്തിൽ തന്നെ ചില കണക്കുകൾ പറഞ്ഞപ്പോഴേക്കും ആദ്യം പറഞ്ഞത് ധവളപത്രം ഇറക്കുമെന്ന്. എന്തായാലും ധവളപത്രം ഇറക്കുന്നത് നല്ല കാര്യം തന്നെ. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ നീക്കിയിരിപ്പും ഈ സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ ചിലവും കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പൈസയും എല്ലാം കൂട്ടിക്കുഴിച്ച് ഒരു വ്യക്തമായ ധാരണ ഉണ്ടാകും സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ നാട്ടുകാർക്ക്. ഈ ധവളപത്രം വൈകരുത് എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഇപ്പോൾ ജനങ്ങൾക്ക് പറയാനുള്ളത്. ഇനി ഒരു കാര്യം കൂടി, ഈ കടമെടുപ്പ് വിഹിതവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ഞെരുക്കം ഉണ്ടായാൽ അല്ലെങ്കിൽ വിഹിതം അനുവദിക്കുന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറവ് ഉണ്ടായാൽ അത് സംസ്ഥാന സർക്കാരിനെ ബാധിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. സംസ്ഥാനത്തിൻ്റെ
നികുതി വിഹിതം കൊണ്ട് മാത്രം ഇപ്പോൾ മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ പോകാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയും വേണ്ട. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരുമായി വലിയ പിണക്കത്തിലല്ലാതെ മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ നീക്കം. തുടക്കത്തിൽ ഇത് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന മെയ് അവസാനമാകുമ്പോഴേക്കും സർക്കാർ സർവീസിൽ നിന്നും വിരമിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്. അവർക്ക് വിരമിക്കൽ വേതനം ഉൾപ്പെടെയുള്ളവ നൽകേണ്ടി വരും. അതിനും വലിയൊരു തുക കണ്ടെത്തണം. ഇതുകൂടാതെ ജൂൺ ആകുമ്പോഴേക്കും മറ്റു ചില പ്രവൃത്തികൾക്കായി കൂടുതൽ പൈസ വേണം. സർക്കാർ കരാറുകാർക്ക് അല്ലെങ്കിൽ കരാറുകാർക്ക് വലിയൊരു തുക തന്നെ നൽകാനുണ്ട്. അങ്ങനെ പല കണക്കുകളും UDFന് മുന്നിലുണ്ട്. അതൊക്കെ പൂർത്തിയാക്കാനും വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ UDF സർക്കാരിനുള്ളത്, അല്ലെങ്കിൽ VD സതീശൻ സർക്കാരിൻ്റെ മുന്നിൽ ഉള്ളത്. എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ വലിയ പിന്തുണയില്ലാതെ നികുതി വിഹിതങ്ങൾ കൊണ്ടും അതിനപ്പുറം കേരളത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടും മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നൊരു ചോദ്യവും സർക്കാരിന് മുന്നിലുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ധവളപത്രം പുറത്തു വരുന്നതോടുകൂടി എങ്ങനെയായിരിക്കും സർക്കാരിൻ്റെ സാമ്പത്തിക നിലപാടെന്നും അല്ലെങ്കിൽ സാമ്പത്തിക മാനേജ്മെൻറ്റ് എങ്ങനെയായിരിക്കുമെന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനുള്ള തീവ്ര ശ്രമത്തിലാണ് മുഖ്യമന്ത്രിയും ധനവകുപ്പുമെല്ലാം.